നമ്മൾ നേരത്തെ കഴിഞ്ഞ കുറേ പ്രഭാഷണങ്ങളിൽ ധ്യാന ശ്ലോകത്തെപ്പറ്റി സംസാരിച്ചു. അതിൻ്റെ അർത്ഥം ഏകദേശം പറഞ്ഞു കഴിഞ്ഞു, കുറേ വിശദീകരിച്ചു. പ്രേമാമൃതാനന്ദമയീ നിത്യം നമോ നമഃ എന്നൊരു മന്ത്രം അമ്മയുടെ അഷ്ടോത്തരത്തിൽ വരുന്നുണ്ട്. അഷ്ടോത്തരം എന്ന് പറയുമ്പം 108 നെയിംസാണ്. 8ഉം 1ഉം 9. 9ന് ഒരു പൂർണ്ണതയുണ്ട്, 0 പൂർണ്ണതയാണ്, പിന്നെ 1ഉണ്ട്, അതാണ് 9. ആ 1 ഏകത്വമാണ്, ഒന്നായ ഭാവം, അദ്വൈതം എന്നൊക്കെ പറയും. ഇതാണ് 9നെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഏകമായ പൂർണ്ണത. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പൂർണ്ണത കർമ്മങ്ങളിൽ പൂർണ്ണത വരുമോ എന്നുള്ളതാണ്. പൂർണ്ണത കർമ്മം കൊണ്ടാണോ അല്ല മറ്റെന്തെങ്കിലും കൊണ്ടാണോ? കർമ്മങ്ങളിൽ പൂർണ്ണത ആർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല, ലോകത്തിൽ ആർക്കും തന്നെ അവകാശപ്പെടാൻ പറ്റത്തില്ല. കാരണം മഹായോഗികൾ ഒഴികെ ഒരാളും എത്ര കർമ്മം ചെയ്താലും കർമ്മങ്ങളിലൂടെ എന്തെല്ലാം നേടിയാലും എല്ലാം ഞാൻ നേടി, അല്ലെങ്കിൽ ഞാൻ സംതൃപ്തനാണ്, സന്തുഷ്ടനാണ് എന്ന ഭാവത്തിൽ ഈ ലോകത്തിൽ നിന്നും പോകാൻ പറ്റില്ല. കാരണം കർമ്മങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, കർമ്മങ്ങൾക്ക് പരിമിതിയുണ്ട്. ഒരു കർമ്മം കൊണ്ടും നമുക്ക് പൂർണ്ണമായ സംതൃപ്തി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് കർമ്മം ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അഷ്ടോത്തരത്തെ പറ്റിയാണ്. 108 നെയിംസ്, 9ൻ്റെ പ്രാധാന്യം. 9 പൊതുവെ വളരെ ശുഭകരമായ ഒരു അക്കമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. 108 മന്ത്രങ്ങൾ അമ്മയെപ്പറ്റി, അതിലെ ധ്യാന ശ്ലോകത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു, ധ്യാനിക്കാൻ ഉപകരിക്കുന്ന ശ്ലോകം ധ്യാന ശ്ലോകം. എന്ത് സേവനങ്ങൾ നമ്മൾ ചെയ്താലും, എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും, എത്ര ജപം ചെയ്തു കഴിഞ്ഞാലും, മറ്റെന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും, അത് ലൗകിക മണ്ഡലത്തിലായാലും ആധ്യാത്മിക മണ്ഡലത്തിലായാലും എന്തെല്ലാം ചെയ്താലും വാസ്തവത്തിൽ ഈ കർമ്മങ്ങളുടെ എല്ലാം ഒരു ഉദ്ദേശം, ലക്ഷ്യം എന്ന് പറയുന്നത് ധ്യാനമാണ്. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും കുറവായിട്ട് കാണുന്നത് ധ്യാനമാണ്. ഞാൻ പൊതുവെ എല്ലാവരോടും പറയും, ഞാൻ ഒരുപാട് ധ്യാനിക്കുന്നു എന്നല്ല, പൊതുവേ ഞാൻ ആൾക്കാരോടൊക്കെ പറയും, ധ്യാനിക്കുക, ഒക്കുമെങ്കിൽ ധ്യാനിക്കുക. ഒരു പ്രായം കഴിഞ്ഞാൽ ധ്യാനിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മളെ ആൾക്കാർ ധ്യാനിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. കിളവനും ഉണ്ടാതിരുന്നുകൂടെ എന്ന് ആൾക്കാർ ചോദിക്കും. അപ്പോൾ ധ്യാന ജീവിതം ധന്യജീവിതം എന്നുള്ളതാണ് അമ്മയുടെയും ഉപദേശം. ധ്യാന ജീവിതമാണ് ധന്യജീവിതം. ഇനി ധ്യാനം എന്ന് പറയുമ്പോൾ പലരുടെയും സംശയമാണ്, ചെയ്യാൻ പറ്റുമോ, അതിന് സമയമുണ്ടോ? ഫോക്കസിങ് ആണ്, ഇത് കോൺസെൻട്രേഷനാണ്, ഏകാഗ്രതയാണ്. എല്ലാ കർമ്മങ്ങളും ഏകാഗ്രമായിട്ട് ചെയ്യാനാണ് സകല ശാസ്ത്രങ്ങളും സകല മഹാത്മാക്കളും സകല മഹായോഗികളും ഭാഗവതത്തിലും ഭഗവത്ഗീതയിൽ കൃഷ്ണനും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ചുരുക്കത്തിൽ ഏകാഗ്രമായിട്ട് കർമ്മങ്ങൾ ചെയ്യാതെ ഉള്ള കർമ്മങ്ങൾ ശരിയായിട്ടുള്ള കർമ്മങ്ങളല്ല. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്, ഇവിടെ ജീവിച്ച് ജീവിക്കാം, മരിച്ചും ജീവിക്കാം, മരിച്ചു മരിക്കാം, ജീവിച്ച് മരിക്കാം, ഇങ്ങനെയൊക്കെയുണ്ട്. ജീവിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. അമ്മ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവൻ, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ ഇവരൊക്കെ തന്നെ ജീവിച്ച് ജീവിച്ചവരാണ്. ജീവിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഓരോ നിമിഷവും അമ്മ പറയുന്ന പോലെ ഒരു അവെയർനെസ്സിൽ, ജാഗ്രതയിൽ ജീവിക്കുക. ജാഗ്രത, വിജിലൻസ് എന്ന് പറയും, അലർട്ട്നെസ്. ഈ ജാഗ്രത ഇല്ലാതാവുന്നതാണ് ഇന്നത്തെ സകല പ്രശ്നങ്ങൾക്കും കാരണം. പ്രശ്നമില്ലാത്ത ജീവിതമില്ല. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. ആർക്ക്? മനസ്സുള്ളവർക്കെല്ലാം പ്രശ്നം. മനസ്സ് തന്നെ ഒരു പ്രശ്നവുമാണ് വാസ്തവത്തിൽ. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ സാധാരണ മുക്തരാകുന്ന ഒരവസ്ഥയുണ്ട്, എല്ലാ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥ. ഇത്
പല പ്രാവശ്യം നമ്മൾ പരാമർശിച്ചിട്ടുള്ള കാര്യമാണ്. ആ അവസ്ഥ തന്നെയാണ് സത്യത്തിൽ ഗാഠനിദ്ര. ഇന്നത്തെ ആൾക്കാരുടെ വേറൊരു വലിയ പ്രശ്നം എന്താണ്? ഉറക്കം കിട്ടുന്നില്ല. ഉറക്കമില്ലായ്മ, ഇൻസോംനിയ ഇന്നത്തെ ആൾക്കാരുടെ വലിയൊരു പ്രശ്നമാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ വാരിക്കൂട്ടുന്ന ടെൻഷൻസ് എല്ലാം ഉറക്കമില്ലായ്മയ്ക്ക് കാരണമായിത്തീരുന്നു. ചുരുക്കത്തിൽ നല്ലതുപോലെ ഉണർന്നിരിക്കുന്നവന് മാത്രമേ നല്ലതുപോലെ ഉറങ്ങാനും സാധിക്കത്തുള്ളൂ. സ്വപ്നമില്ലാത്തുറക്കം. ഈ ഭാഗവതത്തിലൊക്കെ ഒരു കഥയുണ്ട്. ഒരു മുചുകുന്ദ രാജാവിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം എത്രയോ വർഷങ്ങൾ ഉറങ്ങി പോലും, എത്രയോ വർഷങ്ങൾ ഉറങ്ങി. അത് വായിച്ചിട്ട് പല ആൾക്കാരും ചോദിക്കുക, എന്നാൽ പിന്നെ ഉറങ്ങിയാൽ പോരെ, കിടന്നങ്ങ് ഉറങ്ങിയാൽ പോരെ എന്നാണ് പലരും ചോദിക്കുന്നത്. അപ്പം മുചുകുന്ദൻ എത്ര വർഷങ്ങൾ ഉറങ്ങി എന്നൊരു പിടിയില്ല. പക്ഷേ അവസാനം അദ്ദേഹം അതിൽ നിന്നും ഉണരുന്നുമുണ്ട്. പക്ഷേ ആ ഉറക്കത്തിന് പരിപക്വമായ ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അതിന് പരിപക്വമായ ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈവൻ കുംഭകർണൻ ഉറങ്ങി. കുംഭകർണൻ ഒരു ദുഷ്ടകഥാപാത്രമാണ്, എന്നിട്ടും കുംഭകർണൻ ഉറങ്ങി. അപ്പോഴന്നത്തെ കാലത്തെ ദുഷ്ടന്മാർക്ക് പോലും വാസ്തവത്തിൽ ഒരു നല്ല മാനസികാവസ്ഥയോ അല്ലെങ്കിൽ ഒരുപാട് കഴിവുകളോ ഉണ്ടായിരുന്നു. അന്നത്തെ ദുഷ്ടന്മാർക്ക് പോലും ഉണ്ടായിരുന്നു. നമ്മൾ ദുര്യോധനെ പറ്റിയും കേട്ടിട്ടുണ്ട്. എന്താണ്, എത്രയോ മണിക്കൂറുകൾ അദ്ദേഹം ഒരു തടാകത്തിൽ ശ്വാസം പിടിച്ചിരിക്കുകയാണ് പ്രാണായാമം കൊണ്ട്. അവിടെ പിന്നെ കൃഷ്ണനും പാണ്ഡവന്മാരും കൂടെ പോയി അദ്ദേഹത്തിനെ പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ മഹാഭാരതത്തിലെ ഒരു ദുഷ്ടകഥാപാത്രത്തിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ ആൾക്കാർക്ക് ഒരുപാട് ഗുണങ്ങളും കഴിവുകളും ഒക്കെ ഉണ്ടായിരുന്നു. രാവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീമിങ്, റോറിങ് എന്നൊക്കെയാണ് അർത്ഥം. ജനിച്ചപ്പോൾ തന്നെ രാവണൻ അലറി വിളിച്ചു പോലും. അതൊരു ദുസൂചനയായിരുന്നു. പക്ഷെ രാവണൻ ആരാണ്? മുജ്ജന്മങ്ങളിൽ രാവണൻ ആരായിരുന്നു? അത് നമ്മൾ ചിന്തിക്കണം. അത്രയും അലറാനുള്ള, ദിഗന്ധങ്ങൾ പൊട്ടുന്ന രീതിയിൽ അലറാനുള്ള ശേഷി രാവണനുണ്ടായിരുന്നു. 10,000 വർഷം തപസ് ചെയ്തു രാവണൻ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി. ഓരോ 1000 വർഷം കഴിയുമ്പോഴും ഓരോ തല ഹോമിച്ചു. അങ്ങനെ അവസാനത്തെ തല ഹോമിക്കുന്നതിന് മുമ്പാണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നത്. നമ്മളിതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്, അന്നത്തെ ഗൃഹസ്ഥാശ്രമികൾക്കും വാനപ്രസ്ഥത്തിൽ കഴിയുന്ന ആൾക്കാർക്കും എന്തെല്ലാം കഴിവുകളും ഗുണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള എല്ലാ കഴിവുകളും കാലക്രമേണ ശോഷിച്ച് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഈ കലികാലത്തിൻ്റെ അവസാനത്തിൽ ഒരു പക്ഷേ ഭാഗവതം പറയുന്ന പോലെ അമ്മ ഇടയ്ക്ക് പറയാറുണ്ട്, ഒരു പക്ഷേ മനുഷ്യർ ഈ ചുരുങ്ങിപ്പോകാൻ സാധ്യതയുള്ളത് ഒരു സാധാരണ മനുഷ്യന് 4 ലക്ഷത്തിൽ കൂടുതൽ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു തുമ്പ ചെടിയുടെ കീഴിൽ നിൽക്കാൻ പറ്റുമെന്നാണ്. അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് പ്രെസ്യൂമബിളാണ് വാസ്തവത്തിൽ. ഇന്നത്തെ ജീവിത രീതി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് തീർച്ചയായിട്ടും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഓം പ്രേമാമൃതാനന്ദമയ്യൈ നിത്യം നമോ നമഃ. ഇതിനകത്ത് നമ്മൾ പ്രേമം, അമൃതം, ആനന്ദം, മയം ഇതെല്ലാം ഏകദേശം സംസാരിച്ചു കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ ഈ നിത്യം നമോ നമഃ എന്നുള്ള ഒരു പ്രയോഗം ഇതിനകത്തുണ്ട്. നിത്യം നമോ നമഃ. ഈ നിത്യം നമോ നമഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ ദിവസവും നമസ്കരിക്കണമെന്നാണോ, അല്ലെങ്കിൽ ദിവസം ഒരു നേരം നമസ്കരിക്കണമെന്നാണോ, അതോ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകണമെന്നാണോ, കുളിച്ചു തൊഴണമെന്നാണോ? അങ്ങനെയൊക്കെ ആക്കി മാറ്റി നമ്മൾ വാസ്തവത്തിൽ. കാരണം ആധ്യാത്മികത എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് പറ്റുന്നതല്ല എന്നൊരു വലിയ കോൺസെപ്റ്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇവിടെ ഉദ്ഭൂതമായി. ആധ്യാത്മികത, അതൊക്കെ സന്യാസിമാർക്കുള്ളതല്ലേ? അതാണ്, ഈ പ്രയോഗമാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. മാത്രമല്ല, ഇപ്പം ഈ വേഷം ഇട്ടിട്ട്, അല്ലെങ്കിൽ ഒരു മഞ്ഞ വേഷം ഇട്ടിട്ട്, ഒരു വെള്ളയും വേഷം ഇട്ടിട്ട് ഒരു ട്രെയിനിൽ കയറുക, ബസ്സിൽ കയറുക വലിയ ബുദ്ധിമുട്ട്. എല്ലാ ആൾക്കാരും നോക്കുക ഇങ്ങനെ, അയ്യോ ഇവനാരടാ, വല്ല ഭീകരനാണോ, ക്രൂരനാണോ? അതേസമയം
സായിപ്പിൻ്റെ പാൻസും ടീഷർട്ടും അല്ലെങ്കിൽ ജീൻസും ഒന്നും നമുക്ക് പ്രശ്നമില്ല. നമ്മളുടെ വേഷമല്ല ഇത് വാസ്തവത്തിൽ. അവരെ കുറ്റം പറയുകയല്ല, അവരുടെ വേഷം അതാണ്, നല്ല വേഷമാണ്, അവിടെ അത് ആവശ്യമാണ്. ഇങ്ങനെ ഈ കടം മേടിച്ചുള്ള നമ്മളുടെ ഒരു ജീവിതമാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം കടം മേടിക്കലാണ്. അപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് എന്തുണ്ട് എന്നൊന്ന് ചിന്തിക്കണം. അതുകൊണ്ടാണ് അമ്മ പറയുന്നത് അന്ത്യകാലം ബന്ധു എന്നത് സ്വന്തം ആത്മാവ്. അന്ത്യകാലം ബന്ധു എന്നത് സ്വന്തം ആത്മാവെന്ന് പറയുമ്പോൾ എല്ലാ കാലത്തിലും അങ്ങനെ തന്നെയാണ്, അന്ത്യകാലം മാത്രമല്ല. ഭഗവാൻ കൃഷ്ണനും പറഞ്ഞു അന്തകാലേച്ചാമാമേവ സ്മരൻ. അന്തകാലത്തിലും എന്ന് പറയുമ്പോൾ വ്യക്തമാണ്, ജീവിതകാലം മുഴുവൻ സ്മരിച്ചാൽ മാത്രമേ അന്ത്യകാലത്തിൽ സ്മരിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാത്തവർക്ക് സ്മരിക്കാൻ സാധിക്കത്തില്ല. കാരണം മരണസമയത്തെ ആ ഒരു വേദന അത്ര ഭീകരമായിരിക്കും. ആ സമയത്ത് മനസ്സിനെ വേറെ എങ്ങും നമുക്ക് ഏകാഗ്രമാക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ഏകാഗ്രമാക്കണമെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇതിനു വേണ്ടി ശ്രമിച്ചാൽ എന്താണ് ഗുണം? അമ്മയപ്പം ചോദിക്കുന്നു, മക്കളെ, സിമ്പിളാണ് അമ്മയുടെ ചോദ്യം, നിങ്ങൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ സുഖം വേണ്ടേ? ഇതാണ് വിഷയം. നിത്യം നമോ നമഃ എന്ന വിഷയം തന്നെയാണ്. തരതി ശോകമാത്മവിത് ഉപനിഷത്താണ്. ആത്മാവിനെ അറിയുന്നവൻ ശോകത്തെ അതിക്രമിക്കും, അതിജീവിക്കും. തരതി എന്നവൻ അതിജീവിക്കുക, പിന്നെ അവന് ശോകമില്ല. ആത്മാവിനെ അറിയുന്നവൻ ശോകത്തെ അതിജീവിക്കും. അതങ്ങനെ? എന്താണ് ഈ ആത്മാവ്? ആപ്നോതി സർവമിത്യാത്മാ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് ആത്മാവ്. അത് താൻ തന്നെയാണെന്നാണ് നമ്മുടെ പൂർവികന്മാർ, ബുദ്ധിമാന്മാർ മുഴുവൻ പറഞ്ഞത്. അത് താൻ തന്നെയാണ്, അറിഞ്ഞാലും ഇല്ലെങ്കിലും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആകാശം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വ്യാപിച്ചിരിക്കുന്നുണ്ട്. ആകാശമില്ലാത്തൊരു സ്ഥലവുമില്ല. അപ്പോൾ ആകാശം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഒരു വസ്തു നമ്മൾ ആകാശത്തെ വാസ്തവത്തിൽ കാണുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു വസ്തു ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഊഹിക്കാം ആകാശത്തിനും അടിസ്ഥാനമായിരിക്കുന്ന മറ്റൊന്നുണ്ട് എന്നുള്ളത്. അത് വ്യക്തമല്ലേ? ജലം, ഭൂമി, അഗ്നി, വായു, ഇതിൻ്റെ എല്ലാം ഈ വ്യാപകത്വം കൂടി വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം അസ്ഥിവാരം, ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ആകാശം വേണം. ആകാശം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് വിഭുവത് എന്ന് പറയുന്നത്. വിഭുവിനെ പോലെയാണ് ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് എന്തോ അത് ആത്മാവ്. അതെന്താണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, അത് ഇന്നതാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത് സ്വന്തം അനുഭവത്തിലൂടെ നേടേണ്ടതാണ്. ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും ഇതൊക്കെ വലിയ ഫിലോസഫി. നമ്മളെ കൊണ്ട് ശ്രമിക്കാൻ പറ്റാത്തതിനെല്ലാം നമ്മളിങ്ങനെ തള്ളും. ഫിലോസഫി, ഇറ്റ്സ് ഓൺലി ഫോർ ദ സ്റ്റാൻഡേർഡ് പീപ്പിൾ, ഇങ്ങനെയൊക്കെ പറയും. ഉദാഹരണത്തിന്, എന്തിനു ശോകം മനസ്സേ നിന്നിജ ഭാവമതല്ല. അത് കൊള്ളാം, ഇതെല്ലാവർക്കും പാടാം. ഇതാണ് സിമ്പിൾ. നമ്മളത് പാടുമ്പോൾ എന്തിനു ശോകം മനസ്സേ നിന്നിജ ഭാവം അതല്ല. അത് കോംപ്ലിക്കേഷൻ. അതെല്ലാവർക്കും ശരിയാവത്തില്ല. എന്താണ്? ചുരുക്കത്തിൽ സൂക്ഷ്മമായതിനെ, ശാസ്ത്രീയമായതിനെ എങ്ങനെങ്കിലും നിരാകരിക്കണം. എന്നെ കൊണ്ടത് പറ്റത്തില്ല, എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല, ഇങ്ങനെ നമുക്ക് പോയിക്കൊണ്ടേയിരിക്കണം. അതിനുണ്ടല്ലോ ഏത് തരം ബുദ്ധിയും യുക്തിയും നമ്മൾ കണ്ടുപിടിക്കും എന്നുള്ളതാണ് സത്യം. ഞാൻ നേരത്തെ പറഞ്ഞു, നിത്യം നമോ നമഃ പറഞ്ഞു, തരതി ശോകമാത്മവിധം പറഞ്ഞു. അമ്മയുടെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ, ഇവിടെ ഇരിക്കുമ്പോൾ ദുഃഖമുണ്ടോ?
അപ്പോൾ ചിലർ പറയും അമ്മയുടെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് ദുഃഖമില്ല. അതൊക്കെയാണ് യുക്തി. പിന്നെ മക്കളെ, ഉറങ്ങുമ്പോഴും ദുഃഖമില്ല. പക്ഷെ നിങ്ങൾക്ക് പൊതുവേ ദുഃഖമുണ്ടോ? ഉണ്ട്. ഇതിനെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അതിജീവിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. പൂർണ്ണമായിട്ടും അതിജീവിക്കണം എന്നാണെങ്കിൽ വാസ്തവത്തിൽ പലരും പൂർണ്ണമായിട്ടും അതിജീവിക്കണമെന്ന് പറയുന്നില്ല. എന്താണെന്നറിയോ? അതിന് വേറെ പണി ചെയ്യേണ്ടി വരും. ആ പണിയുടെ പേരാണ് തപസ്, ധ്യാനം എന്ന് പറയുന്നത്. ആത്മാവിനെ അറിയുമ്പോൾ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതായിത്തീരുന്നു. ചുരുക്കത്തിൽ എന്നെ ഞാൻ അറിയുമ്പോൾ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതായിത്തീരുന്നു. എന്നാൽ പിന്നെ അതിൻ്റെ യുക്തി എന്താണ്? യുക്തിയുണ്ടോ? ഇതാണ് ചോദ്യം. എല്ലാവർക്കും യുക്തി വേണമല്ലോ. യുക്തി തുടങ്ങിയ പദങ്ങളെല്ലാം പൊയ്പോകും. അതൊന്നും ഇന്നത്തെ ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. താമരപ്പൊയ്ക, അല്ലിയാമ്പൽ, അല്ലെങ്കിൽ കരിവണ്ട്, കുറച്ചൊരു 10-12 വർഷങ്ങൾ കഴിഞ്ഞാൽ പലർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോഴേ മനസ്സിലാവില്ല. ഞാൻ ഈയിടെ ഒരു കാമ്പോജി രാഗത്തിൻ്റെ ആലാപനം കുറേ കുട്ടികളെ കേൾപ്പിച്ചു കൊടുത്തു. ആ കുട്ടികൾക്കെല്ലാം 12, 13, 14 വയസ്സാണ്. ഞാൻ വലിയ പ്രതീക്ഷയിലത് കേൾപ്പിച്ചത്. കാരണം ഈ കാമ്പോജി രാഗം അങ്ങനത്തെ ഒരു രാഗമാണ്. അതൊരു വലിയ സംഗീതജ്ഞനാണ് പാടുന്നത്. ഇത് കേട്ടിട്ട് ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന് എനിക്കിങ്ങനെ ഇതിലേ പോയിക്കൊണ്ടേയിരുന്നു കണ്ണുനീര്. കാരണം എങ്ങനെ ഇങ്ങനെയൊക്കെ പാടാൻ പറ്റുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് മാത്രമല്ല, ഇപ്പോഴെല്ലാ ആൾക്കാരും ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ സാധനങ്ങളൊന്നും തൊണ്ടയ്ക്ക് വരണമെന്നില്ല. ഇതങ്ങനല്ല. കൈ കൊണ്ട് കാണിക്കുന്നത് മുഴുവൻ തൊണ്ടയ്ക്ക് വരുന്നത്. ആ കൈ കാണിക്കുന്നത് തന്നെ കാണാൻ എന്താ ഭംഗി, അത്ര ഭംഗിയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഞാൻ മിക്കവാറും ദിവസം ഇപ്പോൾ ഈ രാഗാലാപനം കേൾക്കും. കാരണം കാമ്പോജി എന്ന രാഗം അങ്ങനെ ഒരു രാഗമാണ്. ഒരു ഫേം സ്റ്റാൻഡ്, ഞാനിവിടെ ഉണ്ടടാ എന്ന് പറയുന്ന ഒരു രാഗമാണ്. ഇത് ഞാൻ കുറച്ച് കുട്ടികളെ കേൾപ്പിച്ചു. ഞാൻ അതിശയിച്ചു. അവർ കിടന്ന് ചിരിക്കും. എന്താ ഇത്, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർ ചോദിക്കുക. ഈ സംഗതികൾ ബ്രിഗാസൊക്കെ ഇടുമ്പോൾ അവർ ചോദിക്കും, എന്തിനാ ഇങ്ങനെയൊക്കെ സ്വാമിജി ഇവർ ചെയ്യുന്നത്? അയ്യേ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ അതിശയിക്കേണ്ട കാര്യങ്ങളായതല്ല, വരാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു സൂചനയാണ്. പ്രസവിച്ച് വീഴുന്ന ഒരു കുഞ്ഞ് അമ്മയുടെ ഭാഷയിൽ എങ്ങാന്ന് കരയുന്നു. അമ്മ പറയുന്നത് അത് അറിവില്ലായ്മയാണെന്നാണ്. ഞാൻ എവിടാണ്, ഞാൻ എന്തിനിവിടെ വന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ ആ കുട്ടി ചോദിക്കുകയാണ്. പക്ഷേ അതേപോലെ തന്നെ ആ കരച്ചിൽ ഇറ്റ്സ് ഓൾസോ ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദ ഇംപെൻഡിങ് ഓഫ് ഫോർത്ത് കമ്മിങ് സോറോസ്. കുട്ടി കരയുന്നത് വാസ്തവത്തിൽ വരാൻ പോകുന്ന ദുഃഖങ്ങളുടെ ഒരു സൂചന മാത്രമാണ്. ഈ ദുഃഖത്തെ പറ്റിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. തരതി ശോകം ആത്മവിത്. എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ഞാൻ ശരീരമാണെന്ന ഭാവം തന്നെയാണ്. സകല ദുഃഖങ്ങൾക്കും കാരണം ഞാൻ ശരീരം ആണ് എന്നുള്ള ഭാവമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ശരീരമല്ല, അതിനപ്പുറം എന്തെങ്കിലുമാണ് എന്ന് സാക്ഷാത്കരിച്ചാൽ, അത് സ്വന്തം അനുഭവത്തിൽ വന്നാൽ ദുഃഖം തീരും. ചുരുക്കത്തിൽ ദുഃഖം എന്ന് പറയുന്നത്, ദുഃഖം ഈസ് നത്തിങ് ബട്ട് ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ദ ബോഡി, ഫിസിക്കൽ ബോഡി. ആ ഐഡൻറ്റിഫിക്കേഷൻ മാറ്റിക്കഴിഞ്ഞാൽ സുഖമാണ്. അപ്പം ഞാനൊരാളോട് ചോദിച്ചു എന്തൊക്കെയാണ്, അപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ചൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞു. സുഖമാണോ? ദുഃഖമൊന്നുമില്ല. പിന്നെന്താ? പിന്നെ സുഖമല്ല എന്താ? പക്ഷെ അത് കേൾക്കാനൊരു രസമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്നേരത്തെ മാനസികാവസ്ഥയാണ് പറയുന്നത്. ഞാനവിടെ ഇരുന്ന് പോയി. കാരണം അങ്ങനെ പറയുന്ന ആൾക്കാരെ കാണുന്നത് നല്ലതാണ്. ഇങ്ങനെ പറയാൻ കുറേ ആൾക്കാരുണ്ടല്ലോ ലോകത്തിൽ. അല്ലാതെ ഐ ആം എ ഫൈന്, ഐ ആം ദ ഫൈന് എന്നൊക്കെ പറയുന്നവരല്ല. അത് വെറും ഷോയും ഫോമലുമാണ്. ഹൗ ആർ യു? ഐ എം ഫൈൻ. ഹൗ ആർ യു? ഐ എം ഓൾസോ ഫൈൻ. എന്ത് ഫൈനാണ്? നമുക്കിങ്ങനെ ഫൈൻ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന, ഞാൻ നമ്മളെന്നാണേ പറയുന്നത്,
ഓരോ കർമ്മങ്ങളിലൂടെയും നമുക്ക് ഫൈൻ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ചുരുക്കത്തിൽ ശരീരമല്ല എന്നറിയുന്ന അവസ്ഥയാണ് ദുഃഖത്തിൻ്റെ പരിസമാപ്തി. അതുകൊണ്ടാണ് അമ്മ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ മനസ്സിനെ അടക്കം ചെയ്യടാ എന്ന്. ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. എത്ര പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ പല ആൾക്കാർ പറയും, ഓ ആ സ്വാമി വന്നാൽ പഴയതൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരേ കാര്യമല്ലേ? ശരി, നാച്ചുറൽ കോൾസ് ഉണ്ട്, അതുകൊണ്ട് അതിനെ നമുക്ക് മാറ്റിവെക്കാം. പിന്നെ ചെയ്യുന്നതെല്ലാം എന്താണ്? സമയം കിട്ടിയാൽ പല്ല് തേക്കുക, സമയം കിട്ടിയാൽ കുളിക്കുക. പല ആൾക്കാരും രാവിലെ ഒരു മിൻ്റ് എടുത്ത് വയലിട്ടിട്ട് ഓഫീസിൽ പോകുന്നത്, വസ്ത്രങ്ങൾ കഴിയണ്ട. പിന്നെ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ മൊബൈലായി. വാസ്തവത്തിൽ ഇപ്പോഴും ആൾക്കാർക്ക് അതിലും ബോറടി വരുന്നുണ്ട്. കാരണം ഈ ബോറടി എന്ന് പറയുന്നത് അനുനിമിഷം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ബോറടി, ഒന്നിൽ ബോറടിച്ചു എല്ലാത്തിലും ബോറടിക്കും. എല്ലാം ആവർത്തനമാണ് നമ്മുടെ ജീവിതത്തിൽ. ആവർത്തനമല്ലാത്ത എന്താണ്? പല്ല് തേക്കുന്നു, അല്ലെ വാഷ് ചെയ്യുന്നു, കുളിക്കുന്നു, ആഹാരം കഴിക്കുന്നു, ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നു, യാത്രകൾ ചെയ്യുന്നു, മൊബൈൽ നോക്കുന്നു, ലാപ്ടോപ്പ് നോക്കുന്നു, എ സി കയറിയിരിക്കുന്നു. വാസ്തവത്തിൽ എല്ലാം ആവർത്തനമാണ്. അപ്പോൾ പിന്നെ ഈ ആധ്യാത്മികത വരുമ്പോൾ മാത്രം എന്താണ് ഈ ആവർത്തനം എന്ന് പറയുന്നത്? പ്രപഞ്ചമേ ആവർത്തനമാണ്. ആ ബ്രഹ്മ ഭുവനാലോകഃ പുനരാവർത്തിനോർജുന. അർജുനോട് പറയുകയാണ്, അർജുന എല്ലാം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ആവർത്തനമാണ് ലോകം. ചാക്രിയം ന്യായം എന്ന് പറയും അല്ലേ? ചാക്രിയം ചക്രം പോലെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ ആവർത്തന ദോഷം എന്നൊന്നും സത്യത്തിൽ ആധ്യാത്മികതയിലും ഇല്ല, ലൗകികതയിലും ഇല്ല. തരതി ശോകം ആത്മവിത്. അതേ കാര്യം തന്നെയാണ് അമ്മ പറഞ്ഞത്. നിങ്ങൾക്കിപ്പോൾ ദുഃഖമുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിൽ, ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലും ഇന്ദ്രിയങ്ങളിലും ബുദ്ധിയിലും ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ്. ഈ അസ്വസ്ഥത നിങ്ങൾക്ക് മാറ്റണോ വേണ്ടയോ? ഇതാണ് ചോദ്യം. ഇനിയിപ്പോൾ മാറ്റണം, പക്ഷെ ഞാനത് മാറ്റുന്നുണ്ട് എന്നൊരു കൂട്ടർ പറയുകയാണെങ്കിൽ അത് ഭോഗങ്ങൾ ആസ്വദിച്ചാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും വീണ്ടും 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 ഭോഗങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് ദുഃഖശമനം നടത്താനായിട്ട് തുനിയുന്നത്. ഇത് ആസ്വദിക്കാതെ ഇതിനെ അതിജീവിക്കാൻ സാധിക്കുമോ? അതാണൊരു ചോദ്യം. അപൂർവം ചില ആൾക്കാർക്ക് അത് സാധിക്കും. അപ്പം അമ്മ അതുപോലുള്ള മഹാത്മാക്കൾക്കൊക്കെ അത് സാധിക്കും.